നവകേരള സൃഷ്ടിക്കായി LDF നേതൃത്വത്തിലുള്ള സർക്കാരുകൾ സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തെ നമ്പർ 1 ആക്കിയതെന്ന് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം. CPI കോതമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 9 വർഷമായി ഭരണം നടത്തുന്ന നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ ലൈവ് ഭവന പദ്ധതി, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, ആധുനിക രീതിയിലുള്ള സർക്കാർ സ്കൂളുകൾ, സർക്കാർ ആശുപത്രികളുടെ നവീകരണം എന്നിവ നടപ്പിലാക്കിയത് കേരളത്തെ നമ്പർ 1 ആക്കിയതിന്റെ കാരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ലംഘനം തുടർച്ചയായി നടത്തുന്ന BJPയുടെ കേന്ദ്ര സർക്കാർ വൻകിടക്കാരുടെ ലാഭം മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. കേരളത്തെ അവഗണിച്ചും ഞെരുക്കിയും വരുതിയിലാക്കാമെന്ന BJPയുടെ തന്ത്രം മറികടക്കാനുള്ള ശേഷി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനുണ്ടെന്നും എൽദോ എബ്രഹാം അവകാശപ്പെട്ടു. അഡ്വക്കേറ്റ് CK ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം PK രാജേഷ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ്, മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ജില്ലാ കൗൺസിൽ അംഗം MS ജോർജ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി TC ജോയ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MK രാമചന്ദ്രൻ, PM ശിവൻ, KS ജ്യോതികുമാർ, PA അനസ്, ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി, അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് ഐക്കര, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ GK നായർ, CA സിദ്ദിഖ്, KJ ഷിബു, NU നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സബ്സ്റ്റേഷൻ ജംഗ്ഷനിൽ സമാപിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.